26. Okay, Matthew chapter 8 verse 23 to 26. മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യം, 26 വരെയുള്ള വാക്യം. Okay, I will read it first in English, then I will read it in Malayalam. Okay. Now when he got into a boat, his disciples followed him. And suddenly a great tempest arose on the sea, so that the boat was covered with the waves. But he was asleep. Then his disciples came to him and awoke him, saying, Lord, save us, we are perishing. But he said to them, Why are you fearful, O you of little faith? Then he arose and rebuked the winds and the sea, and there was great calm. Okay, എൻ്റെ മലയാളത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മത്തായി 8-ാം അധ്യായം 23 മുതൽ 26 വരെ. അവനൊരു പടവിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. ഓക്കെ, അവർ അടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. So here in this word of God, it is very clear. Jesus Christ, encouraged his disciples to go for a travel through boat, through the sea. Hallelujah. The disciples followed him, here says. Okay, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു കർത്താവ് ശിഷ്യന്മാരെ ഒരു യാത്രയ്ക്ക് താൻ കൊണ്ടുപോവുകയായിരുന്നു. അക്കരെ പോകുന്ന ഒരു യാത്ര, കടലിലൂടെയുള്ള യാത്ര എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ബോട്ടിലുള്ള യാത്ര എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. So here it says Jesus invited them to come and join with him for a ride, isn't it? For a travel. യേശു കർത്താവാണ് ശിഷ്യന്മാരെ എന്ത് ചെയ്തത്? ഈ കടലിലേക്കുള്ള യാത്രയ്ക്കായി ക്ഷണിച്ചതെന്ന കാര്യം സ്പഷ്ടമാണ്. So now these disciples joined with him. It is very clear. It says like, യേശു കർത്താവ് അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക. So they were very happy to walk with him. Hallelujah. They were so thrilled and delighted to be with him and walk with him and have a travel with him. ശിഷ്യന്മാർക്ക് ഇവിടെ ഉള്ള അനുഭവം എന്ന് പറയുന്നത്, അവർ കർത്താവിനോട് കൂടെ നടക്കാനും ചേർന്നിരിക്കാനും യാത്ര ചെയ്യാനും അവർ ആഗ്രഹിച്ചിരുന്നു. So this is the first point. So then Jesus let them, or Jesus and disciples, gone into a situation like there came into the sea a boisterous wind and strong waves, hitting waves. Hallelujah. So ഇവിടെ ഇപ്പോൾ യേശു കർത്താവ് അവരെ കൊണ്ടുപോയ ആ സാഹചര്യം എന്ന് പറയുന്നത്, അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, കാറ്റ് ശക്തിയോടെ വീശുകയാണ്, കടൽ ശക്തിയോടെ ഇളകുകയാണ്. Hallelujah. Now because of Jesus' presence, I can say like that very easy way. It is very, in a small sentence I can say, this victory or this miracle which happened because of Jesus was being with them. Okay, യേശു കർത്താവ് അവരോട് കൂടെ ഉണ്ട് എന്നുള്ള കാരണത്താലാണ് അവർക്ക് ആ വിഷയത്തിന് നടുവിൽ തകർന്നു പോകാതെ അവർക്ക് ജയിച്ച് മുന്നേറുവാനായി കഴിഞ്ഞത്. Just think that these disciples are traveling through that sea without Jesus. Okay, ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ശിഷ്യന്മാർ യേശുവിനെ കൂടാതെയാണ് ആ കടലിൽ യാത്ര ചെയ്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? So sure, they had no faith enough to believe that God will do a miracle for them. So sure, as they were faced as the challenges, it will remain as it challenging, and then surely they may drown in that boisterous sea or a
strong sea, the boisterous wind, in that midst they may drown, and their life may be threatened, the facing of death. Okay, ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവ് അവരുടെ കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ഉറപ്പായി അവരുടെ ഉള്ളത്തിൽ എന്തുമില്ല, വിശ്വാസം ആവശ്യത്തിനില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ വിശ്വാസമില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയും അസാധ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അവരെന്ത് ചെയ്തു പോയേനെ, അവർ തകർന്നു പോയേനെ, അവർ ഒരുപക്ഷെ മരണത്തെ അവർ അഭിമുഖീകരിച്ചേനെ. ബട്ട് ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് വാസ് ബീങ് വിത്ത് ദം, യേശു കർത്താവരോട് കൂടെയുള്ളതിനാൽ now there came a miracle, അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ജീസസ് knew their faith is weak. യേശു കർത്താവ് അറിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ബലഹീനത യേശു അറിഞ്ഞു. He knew that what they have in their heart, what the worries and tensions they are facing in their heart. യേശു അറിഞ്ഞിരുന്നു എന്ത് ടെൻഷനാണ് അവരുടെ ഉള്ളത്തിൽ കടന്നു പോകുന്നതെന്ന് യേശു അറിഞ്ഞിരുന്നു. So he helped them. യേശു കർത്താവ് അവരെ സഹായിച്ചു. He lifted his hand and said, be calm, be calm, everything, and be quiet. Hallelujah. യേശു കർത്താവ് കൈ ഉയർത്തി പറഞ്ഞു, കാറ്റെ അടങ്ങ്, കടലെ ശാന്തം. Instantly the miracle took place over that surrounding, over that sky and sea. The miracle took place. Everything became calm and quiet. Hallelujah. യേശു കർത്താവ് അവർക്കു വേണ്ടി കരമുയർത്തി കാറ്റിനെയും കടലിനെയും ശാസിച്ച ഉടനെ കാറ്റടങ്ങി, കടൽ ശാന്തമായി എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ദാറ്റ് വാക്കിംഗ് വിത്ത് ജീസസ്, how the life situation he will work in it. കർത്താവ് ആ ജീവിത സാഹചര്യങ്ങളുടെ ഉള്ളത്തിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളിവിടെ കണ്ടത്. ഹല്ലേലൂയ. ആർ യു ഹാപ്പി ഓൺ ഇറ്റ്? നിങ്ങൾക്ക് സന്തോഷവാന്മാരാണോ? ഓക്കെ, ഗോ ടു അനദർ വൺ സ്ക്രിപ്ചർ, Psalms chapter 23 verse 4. നമുക്ക് വേഗത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നോക്കാം. Psalms chapter 23 verse 4. Hallelujah. സങ്കീർത്തനങ്ങൾ 23-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഓക്കെ, 23-ന്റെ 4. ഓക്കെ, വാട്ട് സേസ് ഹിയർ? അവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? though I walk through the valley of the shadow of death, I will fear no evil, for you are with me. Hallelujah. Your rod and your staff, they comfort me. ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട്, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. Hallelujah. So, my dear brothers and sisters, here this psalmist, the writer of Psalm, he says that even I walk through the valley of shadow of death, okay, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നാൽ, മലയാളത്തിൽ അതിനെ കൂരിരുൾ താഴ്വര എന്ന് എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിൽ ദ വാലി ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നാലും ഐ വിൽ ഫിയർ നോ ഈവൾ, ഞാൻ ഒരു അനർത്ഥവും എന്ത് ചെയ്യത്തില്ല, ഭവിക്കുമെന്ന് ചിന്തിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടില്ല, ഒരു തിന്മയും എനിക്ക് ഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ബിക്കോസ് ദ ലോർഡ് ഈസ് വിത്ത് മീ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാണ്. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. തിങ്ക് ദിസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ജസ്റ്റ് റിമൈൻഡ് യുവർ സെൽഫ് ആൻഡ് മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ ഇൻ യുവർ ഹാർട്ട്. ഈ വാക്യം എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ചിന്തിച്ച് നോക്കിയേ. So maybe your life also you are facing in such situation that you seems like it is a death feeling or it is a empty feeling. It is making you to think everything is going to be drowned. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതോടെ എല്ലാം അവസാനിച്ചു വന്നോ,
എനിക്കിനി ഇതിനെ അഭിമുഖീകരിക്കാൻ ഈ ഒരു സിറ്റുവേഷൻ എന്നെ ഒരുപക്ഷെ തകർത്ത് കളയുമെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ the key to victory over those situation is നിങ്ങൾക്ക് ആ ജീവിതത്തിൻ്റെ കഠിനമായ വിഷയത്തിൻ്റെ മേൽ ജയിക്കേണ്ടുന്നതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ബി ആൻഡ് വാക്ക് വിത്ത് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോടൊത്ത് എന്ത് ചെയ്യുക? ജീവിക്കാൻ പഠിക്കുക, കർത്താവിനോടൊത്ത് നടക്കാൻ പഠിക്കുക. ഹല്ലേലൂയ. സോ I told you in the beginning of my talk itself, see, even you are facing joyful situation, or maybe when you face through a challenging situation, whatever situation you are facing, in the midst of it, take decision to walk with the Lord. നിങ്ങൾ ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ സാഹചര്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയാലും അല്ലെങ്കിൽ കഠിനമായ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഫേസ് ചെയ്താലും കർത്താവിനോടൊത്തു തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ഓക്കെ, when a person, some people, when they get blessings, when they look the things like everything is flourishing, calm and quiet, peace, everyone is loving you. ഓക്കെ, ചില ആൾക്കാർ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും ഒരു സമാധാനം വരുമ്പോൾ, എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ മേലെല്ലാം നിങ്ങൾക്ക് ജയം തന്നു, ലഭിക്കപ്പെട്ടു എന്നെല്ലാം അറിയുമ്പോൾ, some people in the midst of their joy they start forgetting the Lord. Then they in their life the friends will become their important people and they will leave the Lord in a side. ചില സമയത്ത് അനുഗ്രഹം അനുഭവിക്കുമ്പോൾ, സന്തോഷം അനുഭവിക്കുമ്പോൾ ചിലർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അവർക്ക് പിന്നെ ഈ സുഹൃത്തുക്കൾ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ അവർക്ക് ആരായിട്ട് മാറുന്നു? ഏറ്റവും വിലപ്പെട്ടവരായി മാറുന്നു. ദൈവത്തെ എന്ത് ചെയ്യുന്നു? കർത്താവിനെ എന്ത് ചെയ്യുന്നു? സൈഡിൽ ജീവിതത്തിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. Even in the churches, some people in the Sunday service, if you call and ask them why you didn't come today's church meeting, they may say like this, Pastor, we had in our home some of our relatives came and they said today is holiday or tomorrow is holiday, so please come and dine with us, have a lunch with us. So we went and be with them. With a silly mood, they used to say. Then what it make it clear is their first priority gone toward their relatives. അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ചർച്ചിൽ ഒരുപക്ഷെ പാസ്റ്റർ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ആ സഭാ ആരാധനയ്ക്ക് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പറയുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അന്ന് വന്ന് എന്നോട് പറഞ്ഞു, ഞായറാഴ്ച അവധി ദിവസമല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യൂ, എൻ്റെ വീട്ടിലേക്ക് വരൂ, ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ നിന്ന് നിങ്ങൾക്ക് തരാം, ഇന്നിവിടെ നമുക്ക് രാവിലെ വരൂ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തി ഞാൻ അതിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിനല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. Hallelujah. So that means in their joyful moment, in their happy moment, what they are doing? They are putting the other things of the world as first priority, and God they are placing in their life as second priority. Then make sure and understand right now that surely will lead you to errors, and you may face a difficulty. Then you will come, you need to, it will make you challenge either to choose God or the world first priority. Okay, മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതെങ്കിൽ തൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് ആ വ്യക്തിയുടെ ഒന്നാം സ്ഥാനം ഈ ലോകമാകുകയും കർത്താവിന് രണ്ടാം സ്ഥാനമായി ജീവിതത്തിൽ വരികയും ചെയ്തു പോയാൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ജീവിതത്തിൽ നിശ്ചയമായ വ്യക്തി എന്ത് ചെയ്യും? കഠിനമായ ഒരു സാഹചര്യം അവർ ഫേസ് ചെയ്യാനിടയാകും.
ആ സമയം അവർ എന്ത് ചെയ്യേണ്ടി വരും? കരച്ചിലോടെ ദൈവത്തോട് ക്ഷമ ചോദിച്ച് എന്ത് ചെയ്യേണ്ടി വരും? മടങ്ങി വരേണ്ടതായിട്ട് വരും. സോ യു ടേക്ക് ഡിസിഷൻ, ഈവൻ മേക്ക് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി വിത്ത് ദ ലോർഡ്. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ആൻഡ് ചെക്ക് ഇറ്റ് ഹൗ യുവർ ലൈഫ് ഗോഡ് ഈസ് ബ്രിങ്ങിങ് മിറാക്കുലസ് ലൈഫ് ട്രാൻസ്ഫോമിങ് ഇൻ്റർവെൻഷൻസ് ഓഫ് ഗാഡ് ഇൻ യുവർ ലൈഫ്. എന്നിട്ട് കണ്ടേ, അത് നോക്കിക്കണ്ടേ, ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് വെളിപ്പെടുന്നതെന്ന് ദയവായി നോക്കിക്കണ്ടേ. ഹല്ലേലൂയ. സോ ഐ വുഡ് ജസ്റ്റ് റിക്വസ്റ്റ് യു, ടേക്ക് ഡിസിഷൻ ടു വാക്ക് ഓർ ലീവ് എ ലൈഫ് വിത്ത് ഗാഡ്. ടേക്ക് ഡിസിഷൻ ടു ലീവ് എ ലൈഫ് വിത്ത് ഗാഡ്. ദൈവത്തോടൊത്ത് ജീവിക്കാൻ തീരുമാനിച്ചാലും. ഹല്ലേലൂയ. ആർ യു ഹാപ്പി? So